കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മെൻ്റൽ ഹേർട്ടിനെ നമുക്ക് എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ചില വ്യക്തികളായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഹേർട്ട് ചെയ്യുന്നുണ്ടാവുക, ചില സിറ്റുവേഷൻസ് ആയിരിക്കാം. എന്നാലും പൊതുവെ പലർക്കും പല വ്യക്തികളിൽ നിന്നും അങ്ങനെയുള്ളൊരു ഹേർട്ട് എല്ലാം എപ്പോഴും സംഭവിക്കുന്നുണ്ടാവും അല്ലേ. ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണർ ആയിരിക്കാം, നമുക്ക് അതിനെ ഒരിക്കലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അപ്പം അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പം ഈ വീഡിയോയിൽ പറയാൻ പോണത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും വ്യക്തികളെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഒരിക്കലും ഇല്ല കേട്ടോ. ഇപ്പോൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ അതെങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കാതെ അതിന് നിങ്ങൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാനുള്ള കുറച്ച് രീതികൾ, കുറച്ച് ശീലങ്ങൾ നിങ്ങൾ കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം അതിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യണത്. നിങ്ങളുടെ മനസ്സിനെ സംരക്ഷിച്ചുകൊണ്ട് ചില രീതികൾ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരുപാട് പേരുണ്ടാവും നമ്മുടെ ലൈഫിൽ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ. അല്ലെങ്കിൽ നമ്മളിപ്പം എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം, അതിൽ നമ്മൾ പെട്ടെന്ന് ഒരു ഹേർട്ട് ആവുകയാണെങ്കിൽ അത് ചില വ്യക്തികൾ നമ്മളെക്കാൾ ഉതിർന്ന ഒരു കുറച്ചും കൂടെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ നമ്മളെ എന്തെങ്കിലും രീതിയിൽ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് നമ്മളെക്കാൾ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആൾക്കാർ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ കുറച്ച് വ്യക്തികൾ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ഹേർട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് പിന്തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് രീതികളെ പറ്റിയിട്ടാണ് ഞാനിപ്പം ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിൻ്റായിട്ട് പറയുന്നത്, ഡു നോട്ട് റിയാക്ട് ഇമ്മീഡിയറ്റ്ലി. നിങ്ങൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പലപ്പോഴും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് ഇങ്ങനെയുള്ള വ്യക്തികളും നമ്മുടെ ചുറ്റുപാടുണ്ടെങ്കിൽ അതൊരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിലാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് വലിയൊരു അബദ്ധത്തിലേക്ക് പോകും അല്ലേ. പിന്നീട് അതൊരു വാക്കുതർക്കം കയ്യാങ്കളി അങ്ങനെയുള്ള രീതിയിലേക്കെല്ലാം എത്തിച്ചേരാം. അതുകൊണ്ട് തന്നെ ഏതൊരു സിറ്റുവേഷൻസിലാണെങ്കിലും, ഇനിയിപ്പോൾ നിങ്ങളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും നമ്മുടെ ജോലി വരെ തെറിച്ചു പോകാൻ ചാൻസ് കൂടുതലല്ലേ. ഹേർട്ട് ചെയ്യുന്നവർ ഹേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അത് അവരുടെ ക്യാരക്ടറാണ്. നമുക്ക് ആർക്കും അവരെ പോയി ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നമ്മളിലേക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരാനേ പറ്റത്തുള്ളൂ. അപ്പം ഒരു പക്ഷേ ഇത് എൻ്റെ ആവശ്യമാണ്, ഇവിടെ ഞാൻ നിന്നേ പറ്റുള്ളൂ, കാരണം എനിക്ക് എൻ്റെ ലൈഫിലേക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോകേണ്ടതാണ് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ കാര്യം, നമ്മൾ പേഷ്യൻസ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് ലൈഫിൽ എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷൻസിലായിട്ട് വന്നിരിക്കും. പാർട്ട്നേഴ്സിൻ്റെ ഇടയിലായിരിക്കാം, അല്ലെങ്കിൽ കൊളീഗ്സിൻ്റെ ഇടയിലായിരിക്കാം, അങ്ങനെയൊക്കെ വന്നിരിക്കാം. ആ സമയത്ത് നമ്മൾ ഒരിക്കലും പെട്ടെന്ന് എടുത്ത് ചാടിയിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു രീതിയാണ് നമ്മുടെ ലൈഫിൽ. അതൊരു പറയാറില്ലേ, ചില സമയം നമ്മളൊരു ടീനേജിലൊക്കെ ഇരിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും പറ്റിപ്പോകുന്ന ഒരു കാര്യമാണ്. അവർക്ക് പെട്ടെന്ന് സഡൻലിയാണ് അവരെ ഇമോഷൻ ചേഞ്ച് ഉണ്ട്, അവർ റിയാക്ട് ചെയ്ത് കളയുക. പക്ഷേ നമ്മളൊരു കുറച്ചും കൂടെ മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു പക്ഷേ അവർ കുറച്ചും കൂടെ കാമാവും. കാരണം എന്താ, അവർക്ക് ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അവർ ഒരുപാട് ഇതുപോലത്തെ കാര്യങ്ങൾ കണ്ട് വന്ന ആൾക്കാരാണ്. അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ താഴ്ചയും ഉയർച്ചയൊക്കെ കണ്ടെത്തിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി ഇത് വന്നിട്ടുണ്ടാവും. അവരൊരിക്കലും ഇമ്മീഡിയറ്റ്ലി റിയാക്ട് ചെയ്യത്തില്ല. അപ്പം അതൊരു വലിയ നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. ആ ഒരു പ്രശ്നം വഷളാവാതിരിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് വേറൊരു ലെവലിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഇമ്മീഡിയറ്റ്ലി നമ്മൾ റിയാക്ട് ചെയ്യാതിരിക്കുക. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് സെറ്റ് ബൗണ്ടറീസ് എന്നാട്ടോ. നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമ്മളുടെ ഇടയിലേക്ക് നമ്മൾ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യമാണ് റീസൺ ആവുന്നത്. കാരണം നമുക്കൊരു ബൗണ്ടറി ഇല്ല നമ്മുടെ ലൈഫിലേക്ക്. അത് പ്രൊഫഷണലി ആണെങ്കിലും പേഴ്സണലി ആണെങ്കിലും ഒരാൾക്ക് എന്തും വന്ന് ചെയ്യാം, എന്തും പറയാം എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്ക് ഒരുപാട് ഹേർട്ട്, നമ്മൾ ഭയങ്കര പെയിൻഫുൾ ആവുന്നത് അല്ലേ, നമ്മൾ അവർ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മളെപ്പോഴും നമുക്കൊരു സെറ്റ് ബൗണ്ടറീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഹേർട്ട് എന്ന് പറയുന്നത് വളരെയധികം നമ്മുടെ ലൈഫിലേക്ക് വരില്ല. കാരണം നമ്മൾ ഓൾറെഡി അതൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ ലൈഫിൽ ചില ആൾക്കാർ മറ്റുള്ളവർ നമ്മളടുത്ത് ഒരു തെറ്റ് പറ്റിയെങ്കിലും മറ്റുള്ളവർക്ക് ഇങ്ങനെ വന്ന് നമ്മൾ പറയാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് നമ്മളവിടെ ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ പ്രൊഫഷണലി താഴ്ന്ന ഒരാളാണെങ്കിലും നമ്മൾ സ്വഭാവം കൊണ്ട് താഴ്ന്നു കൊടുക്കുന്നുണ്ട്. ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് എൻ്റെതായ ഒരു റെസ്പെക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ആ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ ലൈഫിനെ ഫോളോ ചെയ്ത് കൊണ്ടുപോകാനും മറ്റുള്ളവരോട് നമ്മൾ പ്രസൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് പഠിക്കണം. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ബൗണ്ടറീസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് സംസാരിക്കുന്നുണ്ടാവും ചില ആൾക്കാർ, അതിൻ്റെ ആവശ്യമില്ല. അത് ഓരോ സിറ്റുവേഷൻസ്, നമ്മളിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ഇടയിലാണെങ്കിൽ നമുക്ക് ഒരുപാട് കമ്മ്യൂണിക്കേഷൻ വേണം. എന്നാൽ ഒരു പ്രൊഫഷൻ്റെ ഇടയിൽ നമുക്ക് അതിലും ഉപരിയായിട്ടുള്ള ഒരുപാട് സംസാരങ്ങളും അതിൻ്റെ ആവശ്യമില്ല. നമ്മളെപ്പോഴും ആവശ്യത്തിന് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതേപോലെ ഒരു ഫാമിലി ലൈഫ് അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിലാണെങ്കിൽ അനാവശ്യമായ സംസാരങ്ങൾ ഉണ്ടാകും. അതിൻ്റെ ആവശ്യമില്ല. ആവശ്യമുള്ള സംസാരങ്ങൾ മാത്രം മതിയില്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ തിങ്ക് ചെയ്ത് നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾക്ക് അനാവശ്യമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും. ഒരു കാര്യമില്ല, ഒരു പക്ഷേ ഒരു പ്രശ്നം വന്നതായിരിക്കാം, പക്ഷെ അതിന് നമ്മൾക്ക് റീസൺസ് പറയണം. എന്താണ് ബുദ്ധിമുട്ട്, നമ്മുടെ തെറ്റിനെ പറയാം. അതല്ലാതെ ഒരുപാട് എക്സ്പ്ലനേഷൻ ചെയ്യുന്നുണ്ടാകും ചില ആൾക്കാർ. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് വേദനിക്കാൻ ഇടയുണ്ടാക്കും. നമ്മുടെ എക്സ്പ്ലനേഷനനുസരിച്ച് അവരുടെ ഭാഗത്തുനിന്നും എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ വരാം. അതൊരു വലിയ പെയിൻഫുള്ളുള്ള കാര്യത്തിലേക്ക് എത്താം. അതേപോലെ തന്നെ നമുക്കൊരിക്കലും റെസ്പെക്റ്റ് തരാത്ത ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ഒരുപാട് നേരം നിന്ന് നമ്മളവിടെ വില കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് റെസ്പെക്റ്റ് ചെയ്യുന്നവർ തിരിച്ച് റെസ്പെക്റ്റ് ചെയ്യുക.
മറ്റവരൊന്നും റെസ്പെക്ട് ചെയ്യുക, പക്ഷേ നമ്മൾ പറയില്ല നമുക്കൊരു വിലയുണ്ട്, ആ വിലക്കനുസരിച്ച് നമ്മൾ ജീവിക്കാനും അല്ലെങ്കിൽ അവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിൽക്കാനും നമ്മൾ ശീലിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഹേർട്ട് എന്ന് പറയുന്നത് നമ്മൾ അത്രയും ബാധിക്കില്ല. ഒരു പക്ഷേ അവർ ചെയ്യേണ്ടത് അവർ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു ബൗണ്ടറി ഉണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് അവരടുത്ത് അറ്റാച്ച്ഡ് ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് അതിനെ നമ്മുടെ മനസ്സിലേക്ക് എടുക്കുമ്പോഴല്ലേ നമുക്ക് ശരിക്കും പെയിൻ കൂടുക. അപ്പോൾ നമുക്കൊരു ബൗണ്ടറി ഉണ്ട്, ഇതൊക്കെ പ്രൊഫഷണൽ ആണ് അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റെ ലൈഫിൻ്റെ ഭാഗമാണ് എന്ന് ചിന്തിച്ച് ഒരു ബൗണ്ടറീസിൽ നിങ്ങൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ആ പെയിനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പരിധി വരെ അതൊരു നോർമൽ രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റും. അതിലുപരി നിങ്ങൾ കുറേ ബൗണ്ടറീസ് ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും നിങ്ങൾക്ക് പെയിൻ തരാൻ ആരും വരികയില്ല. പോയിൻ്റായിട്ട് പറയാനുള്ളത് നമ്മുടെ സ്വന്തം വാല്യൂ അത് നമ്മൾ മറക്കരുത്. നമുക്കൊരു വാല്യൂ ഉണ്ട്, അത് നമ്മൾ പോസ്റ്റിൽ താഴെ ഇരിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ റിലേഷൻഷിപ്പിൽ നമുക്കൊരു പൊസിഷൻസ് ഉണ്ടാവാം. എന്തായാലും അതിൻ്റെ വാല്യൂ ഓർത്ത് മാത്രമേ നമ്മൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ. ചില ആൾക്കാർ നമ്മളൊരു പ്ലേസിനെക്കാളും എന്തോ വല്ല രീതിയിൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് റിയാക്ട് ചെയ്യും, അത് വളരെ തെറ്റാണ്. അതേപോലെ ചില ആൾക്കാരുണ്ടാവും നമുക്ക് ഇത്രയും വാല്യൂ ഉണ്ട്, നമുക്ക് ഇത്രയും പ്ലേസ് ഉണ്ട്, എന്നിട്ട് പോലും നമ്മളൊരു പക്ഷേ അതിൻ്റെ കൂടെ ഒരു മെച്ചൂർഡ് കാണിക്കാതെ ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മളെ വാല്യൂവിൽ നിൽക്കുകയാണെങ്കിൽ ചില ആൾക്കാർ നമ്മളെ ഇൻസൾട്ട് ചെയ്യാനും വരില്ല, അതേപോലെ ചില ആൾക്കാർ നമ്മളെ ഹേർട്ട് ചെയ്യാനും വരില്ല. ഇനി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് മറ്റുള്ളവർ നമ്മളെ ഹേർട്ട് ചെയ്യുകയാണ്, ആ സിറ്റുവേഷൻസിൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ശാന്തമായിട്ട് കാംലി ആയിട്ട് നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ നമ്മൾ ഹേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഇമോഷണലി ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമല്ലേ. അത് നമ്മൾ പ്രിയപ്പെട്ടവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ അവിടെ വെച്ചാണെങ്കിൽ അത് നമ്മളെ ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ടും കൂടെ നമുക്ക് ഫീൽ ചെയ്യൂലേ. അപ്പം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയോ സംസാരിച്ചു പോകും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്തു പോലെ. എപ്പോഴും ഇങ്ങനൊരു സിറ്റുവേഷൻസ് വന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഭയങ്കര കാംലിയായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശീലിക്കുക കേട്ടോ, അങ്ങനെ ഒരു രീതി കൊണ്ടുവരിക എന്നുള്ളത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷൻസിൽ അത് ഭയങ്കര മോശമായിട്ട് പോവുകയില്ല, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും. ഇനി മറ്റൊരാൾ വളരെയധികം നിങ്ങൾക്ക് പ്രൊവോക്ക് ചെയ്യുകയാണെങ്കിൽ സൈലൻ്റായിട്ട് നിൽക്കാനും അതിനൊരു സ്പേസ് ചോദിക്കാനും അങ്ങനെ സംസാരിക്കാനൊക്കെ ശീലിക്കാം കേട്ടോ. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ സ്വഭാവം അനുസരിച്ചിരിക്കും കേട്ടോ. നമ്മൾ പറയില്ലേ ചില വ്യക്തികളടുത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും അവർ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ പറയുന്നത് കേൾക്കാനുള്ളൊരു ചെവി അവർ തരികയില്ല, അവരുടെ ഭാഗങ്ങൾ സമർത്ഥിച്ച് ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമല്ലേ. അപ്പോൾ നമുക്കൊരിക്കലും അതിനെ റിയാക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്തായിക്കഴിഞ്ഞാലും അവിടെ നിങ്ങൾക്ക് സമാധാനത്തോടുകൂടെ നിങ്ങളുടെ ഭാഗം സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. സമാധാനത്തോടെ ഇപ്പോൾ ഒരു റീസൺ വരുമ്പോൾ ആ റീസണെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, മുമ്പേ നടന്ന കാര്യങ്ങളും ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളും, അതേപോലെ തന്നെ നമ്മൾ ലൈഫിൽ എപ്പോഴെങ്കിലും നടന്ന കാര്യം, അല്ലെങ്കിൽ നീ ഇങ്ങനെയാണ് നീ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ചൂസ് ചെയ്യരുത്. അങ്ങനെയല്ല, എന്താണോ സിറ്റുവേഷൻ നടന്നത് അതിൽ എൻ്റെ ഭാഗം എന്താണോ എന്നുള്ളത് സമാധാനത്തോടെ പറയാം. അത് അവരെ ഭാഗത്ത് സൗണ്ടിടോ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും എന്നെ റിയാക്ട് ചെയ്യും എന്തായിക്കോട്ടെ, നിങ്ങൾ ചെയ്യേണ്ടത് സമാധാനത്തോടു കൂടി ആ കാര്യത്തെ സംസാരിക്കാനും അത് സ്റ്റോപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മുടെ കാര്യം നമ്മൾ തുറന്ന് പറയണമല്ല, നമ്മൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കണം. ചില സമയത്ത് ചില സിറ്റുവേഷൻസിലൊക്കെ നമ്മളെടുത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെടുത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല എന്നുള്ളൊരു സിറ്റുവേഷൻസുള്ള ആൾക്കാരൊക്കെ എൻ്റെ ലൈഫിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ചില സമയം ഞാൻ ഇഗ്നോർ ചെയ്ത് വിടാറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നമ്മൾ നല്ലത് പറയാൻ പോയിട്ടും കാര്യമില്ല. പക്ഷേ ചില സമയങ്ങളിൽ ചില സിറ്റുവേഷൻസിൽ ഞാൻ അവരുടെ അടുത്താണെങ്കിലും എൻ്റെ ഭാഗം ക്ലിയർ ചെയ്ത് പറയാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അതെന്താണെന്നറിയോ, അതൊരിക്കലും അവരെ ആക്സെപ്റ്റ് ചെയ്യില്ലെങ്കിൽ പോലും അവിടെ എവിടെയെങ്കിലും അത് കൊള്ളും, നമ്മൾ പറയുന്ന കാര്യത്തിൻ്റെ എന്തെങ്കിലും ഒരു ഭാഗം അല്ലേ. അപ്പം നമ്മളെപ്പോഴും കാംലി നമ്മളെ കാര്യം സംസാരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വാല്യൂ നമുക്കുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻസ് വഷളായി പോകില്ല. അവിടെ നമ്മളും ഭയങ്കര പ്രൊവാക്കായി ഭയങ്കര സൗണ്ട് ഇട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യമേ വഷളായി പോകും. അപ്പോൾ എപ്പോഴും കാംലി സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കും. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കാണ്ട് ചേഞ്ച് എവരിവൺ. നമുക്കൊരാളെ മാറ്റാൻ പറ്റില്ല, ആ ഒരു കാര്യത്തിനെ മനസ്സിലാക്കാം കേട്ടോ. നമ്മുടെ ലൈഫിൽ നമുക്ക് ചുറ്റും നിൽക്കുന്ന ആരെയും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളെ ഹെർട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരെ ഈ മേളിൽ പറഞ്ഞിട്ടുള്ള കുറേ പോയിൻറ്റ്സിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി നിർത്താനോ അല്ലെങ്കിൽ നിങ്ങളിലൊരു ചേഞ്ച് വരുത്തിയിട്ട് നിങ്ങൾ മാറാനോ ശ്രമിക്കുകയാണ് ശരിക്കും നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ നമ്മളെ ഹെർട്ട് ചെയ്യുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ നമ്മളിലുണ്ടെങ്കിലോ അവർക്ക് നമ്മളെ ലൈഫിൽ നിന്ന് നമുക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കാം. അതോടൊപ്പം അങ്ങനെയല്ല, നമ്മളിപ്പോൾ ഒരു പ്രൊഫഷണലി ആണെങ്കിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു ചേഞ്ചസ് ഒന്നും പറ്റില്ല, നമ്മളവിടെ വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പറ്റുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഒരു കാംഫുള്ളായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ വെച്ചുകൂടാവുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പെയിൻ അല്ലെങ്കിൽ ഹേർട്ട് ഭയങ്കരമായിട്ട് നമുക്ക് കുറയും. കാരണം അത് നമ്മളതിനെ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മളതിനെ പ്രസൻറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അതിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകുന്ന പെയിൻ ആണെങ്കിലും നമ്മൾ അനുഭവിക്കുന്ന ആ വേദനയാണെങ്കിലും നമുക്ക് കുറഞ്ഞു വരും. അല്ലാതെ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളെ നമുക്ക് ഒരിക്കലും തിരുത്താൻ പറ്റില്ല, അവരൊരിക്കലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മൈൻഡ് സെറ്റും നമ്മുടെ ആ ഒരു തോട്ട് പ്രോസസ്സിങ്ങും ആ ഒരു ഇതിൽ മാറ്റം വരുമ്പോൾ മാത്രമേ നമുക്കൊരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, ഏതൊരു സിറ്റുവേഷൻസ് വരുമ്പോഴും ആ സിറ്റുവേഷൻ ഇപ്പം ഞാനൊരു പ്രൊഫഷണൽ എടുക്കുകയാണ്, അവിടെ നമ്മൾ ഉന്നതിയിൽ നിൽക്കുന്ന ഒരാൾ നമ്മളെപ്പോഴും ഇങ്ങനെ ഹേർട്ട് ചെയ്യുകയാണ്, നമ്മൾ വേദനിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു പേരിൽ ആ ഒരു പ്രഷറിൻ്റെ പേരിൽ നമ്മൾ ഭയങ്കരമായിട്ട് എടുത്ത് ചാടുകയാണ് എല്ലാ കാര്യത്തിലും. നമ്മൾ ആ ജോലി ചാടിക്കഴിഞ്ഞാൽ
അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെച്ച് നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എന്നെയാണ് ബാധിക്കുന്നത്. അല്ല ആ പറഞ്ഞ വ്യക്തിക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. പക്ഷേ അതിനെ നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ ഡീൽ ചെയ്ത് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിലും നമ്മളിങ്ങനെ മെച്ചൂർഡായിട്ട് ചിന്തിച്ചിട്ട് അത് നെവർ മൈൻഡ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ നമുക്ക് അത്രയും കാംഫുള്ളായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നമ്മളെ മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നാളെ ഒരു മാറ്റം ഉണ്ടാവും, നമുക്കൊരു നേട്ടം ഉണ്ടാവും അല്ലേ. ഇല്ലാതെ ഈ ചെയ്യുന്നവർ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് അവരെ തിരുത്തണം എന്ന് ചോദിച്ചാൽ അവരുടെ അടുത്ത് നമ്മൾ ഓരോന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ അവർ തിരുത്തപ്പെടുകയില്ല. നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ വഷളാവുകയും ചെയ്യും. നമ്മളെ കൊണ്ട് നമുക്ക് ആ ഒരു പെയിന് സഹിക്കാനും പറ്റില്ല അല്ലേ. അപ്പോൾ പിന്നെ നമ്മളൊരു ഡിസിഷൻസൊക്കെ വലിയ ഡിസിഷനൊക്കെ എടുത്തു പോകും. അതുകൊണ്ട് നമ്മളൊന്ന് നമ്മുടെ ഭാഗം ഒന്ന് മാറാൻ വേണ്ടി ശ്രമിക്കുക. മറ്റുള്ളവരെ മാറ്റാൻ അതിഥിച്ച് നിങ്ങളുടെ അടുത്ത് തെറ്റുണ്ടെന്നല്ല പറയണത്, മറ്റുള്ളവർക്ക് തന്നെയായിരിക്കും തെറ്റ്. പക്ഷെ നമുക്ക് അവരെ തിരുത്താൻ പറ്റില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ കുറേ പോയിന്റ്സ് ഉണ്ടല്ലോ ബാക്കിലേക്ക്, ഈ ഒരു രീതിയിൽ നിങ്ങളെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളിൽ ഒരു മെച്ചൂർഡ് ആയിട്ടുള്ള തോട്ട്സ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ പെയിനെ കുറയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് അതിനെ നെവർ മൈൻഡ് ചെയ്തിട്ട് പോകാനും പറ്റും. അതോടൊപ്പം തന്നെ കൂടി പറയാം ഒരു പോയിന്റ്, ഓവർ തിങ്കിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, റെഡ്യൂസ് ഓവർ തിങ്കിങ് കേട്ടോ. നമ്മൾ ഇങ്ങനെ സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കിതിനകത്ത് രക്ഷപ്പെട്ടു പോകാനും പറ്റില്ല. പക്ഷേ നമ്മൾ അത് ആ ഒരു സിറ്റുവേഷൻസ് മറികടക്കാൻ ഭയങ്കര പാടും. ആ ഒരു സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ആയിരിക്കും. ഇതിനെപ്പറ്റി തന്നെ ചിന്തിച്ചിട്ട് ഒന്നുമില്ല കേട്ടോ. ഈ പറയുന്ന ആൾക്കാർക്ക് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു പക്ഷേ നമ്മുടെ ഭാഗത്ത് നിന്ന് പറ്റിയ ചെറിയ തെറ്റിൻ്റെ പേരിലായിരിക്കാം ഇങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയാറില്ലേ, അത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷൻസിൽ തുടങ്ങി വെക്കും, പിന്നീട് അത് അങ്ങനെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കുക എന്നുള്ളതൊക്കെ ആയി വരും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഓവർ തിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഓവർ തിങ്കിങ് നമ്മളെ ലൈഫിനെ വളരെയധികം ബാധിക്കും. അത് പ്രൊഫഷണൽ ആയിക്കോട്ടെ, നമ്മുടെ ലൈഫിനായിക്കോട്ടെ. അപ്പം ഒന്നിനെ പറ്റിയും ഓവർ തിങ്ക് ചെയ്യാതിരിക്കാം. നമ്മൾ ചിന്തിക്കാതിരുന്നാൽ നമ്മുടെ ലൈഫ് എവിടെ എത്താനല്ലേ. പക്ഷേ അതിനെപ്പറ്റി ഓവറായിട്ട് ചിന്തിച്ചിട്ട് നാളത്തെ പറ്റിയും അതിനെപ്പറ്റിയും എനിക്ക് ചിന്തിച്ചിട്ടല്ല, കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ കുറേ പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കി ചിന്തിക്കാം. ഇങ്ങനെയുള്ള ചിന്തകൾ ആദ്യം കുറയ്ക്കണം കേട്ടോ. നമ്മളിപ്പം എന്താണ് ഈ സിറ്റുവേഷൻസിൽ, ഈ പ്രസൻറ്റിൽ ഞാൻ ചെയ്യേണ്ടത്, ഞാൻ എത്ര കംഫർട്ടായിട്ടാണ് ഇത് ഞാൻ ഡീൽ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓവർ തിങ്കിങ് ആയിട്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഒരു പേഴ്സൺ നമ്മളുടെ ചുറ്റും ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ പൊതുവെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിലേക്ക് നിങ്ങളെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ മറ്റുള്ളവർക്ക് റിയാക്ട് ചെയ്യേണ്ട പറഞ്ഞല്ലോ, നമ്മൾ കാംഫുള്ളി അതായത് വളരെ കാംഫുള്ളി നമുക്ക് പറയാനുള്ളത് ക്ലിയർ ആയിട്ട് പറയാമെന്നല്ലാതെ അത് ഭയങ്കരമായിട്ട് ഒച്ചപ്പാടും കാര്യങ്ങളൊന്നും ചെയ്യാതെ ഭയങ്കര കാംഫുള്ളി എല്ലാത്തിനെയും എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ എങ്ങനെ എടുക്കുന്നോ അതാണ് നമ്മുടെ പെയിൻ. നമ്മളതിനെ ഭയങ്കര സില്ലിയായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രേ പെയിൻ ഉണ്ടാവുള്ളൂ. നമ്മളതിനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എടുക്കുമ്പോഴാണ് നമുക്കത് ഭയങ്കര ഹേർട്ടായിട്ട് ഫീൽ ചെയ്യാം. എനിക്കറിയാം നമ്മൾ ഏത് സിറ്റുവേഷൻസിലും ചിലപ്പോൾ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, കുറച്ച് പാടുണ്ടാകും. പക്ഷേ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങളതിനെ ഫോളോ ചെയ്യാനും ഇതുപോലത്തെ രീതിയെ ശീലിക്കാനും ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വളരും തോറും നിങ്ങൾക്ക് അതിനൊരു ചേഞ്ച് കാണാൻ പറ്റും. നമുക്ക് ഇതുപോലത്തെ കുഞ്ഞു സില്ലിയായിട്ടുള്ള കാര്യങ്ങളായി വരാം. അത് നമുക്കൊരു വലിയ പ്രശ്നമായിരിക്കാം, പക്ഷേ അത് കുഞ്ഞു സില്ലിയായിട്ടുള്ള കാര്യങ്ങളായിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. പൊതുവേ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പൊതുവേ നേരത്തെ പറഞ്ഞ പോലെ ടീനേജിൽ നമ്മൾ കണ്ട പെയിൻ ആയിരിക്കില്ല നമ്മൾ കുറച്ച് മെച്ചൂർഡ് ആകുമ്പോൾ നമുക്ക് ഫീൽ എക്സ്പീരിയൻസ് ലൈഫ് ലോങ് നമുക്ക് അങ്ങനെ കൂടി വരും. അതേപോലത്തെ നമുക്കൊരു ഒരുപാട് പാഠങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നമുക്കതൊക്കെ പെയിൻ വളരെ കുറച്ചായിട്ട് തോന്നും. അപ്പം നമ്മൾ ഇങ്ങനെയാണ് ശീലിക്കേണ്ടത്. ഈ ഒരു രീതി നിങ്ങൾ ശീലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭയങ്കര എല്ലാം കാമായിട്ട് എടുക്കാനും നിങ്ങളെ ലൈഫ് നന്നായിട്ട് പോയി തുടങ്ങും കേട്ടോ. നിങ്ങളെ ചിന്താഗതികൾ മാറി തുടങ്ങും, നിങ്ങളെ ലൈഫ് നല്ല രീതിയിൽ പോയി തുടങ്ങും. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.